സഞ്ജു സാംസണിന്റെ ആരാധകർക്ക് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു ടൂർണമെന്റാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ സഞ്ജു സാംസൺ ഒരു കളിയിൽ പോലും ഫോമായില്ല. അതിന്റെ അനന്തരഫലങ്ങൾ ഇപ്പോൾ സഞ്ജുവിനെ കാത്തിരിക്കുകയാണ്. സഞ്ജുവിനെ വെച്ച് ഭാഗ്യ പരീക്ഷണം നടത്താൻ താല്പര്യമില്ല എന്നാണ് അധികൃതരടക്കം പറയുന്നത്. 2026 T20 ലോകകപ്പിൽ പ്ലേയിങ് 11-ൽ സഞ്ജു സാംസണ് ഇടം കണ്ടെത്താനാവില്ലെന്നാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന സുനിൽ ഗവാസ്കറുടെ പ്രസ്താവന. മികച്ച ഫോമിലുള്ള ഇഷാൻ കിഷനെ മാറ്റാൻ ഇനി സാധിക്കില്ലെന്നും തിലക് വർമ്മ ഉടനെ തിരിച്ചെത്തുമെന്നതിനാലും മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് സുനിൽ ഗവാസ്കർ വ്യക്തമാക്കി പറയുന്നത്. കണ്ടോ, ഈ ഒരു പരമ്പരയിൽ സഞ്ജു തിളങ്ങാതിരുന്നതിന്റെ അനന്തരഫലങ്ങൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ നോർത്ത് ഇന്ത്യൻ ലോബി കാത്തിരിക്കുകയായിരുന്നു സഞ്ജുവിന്റെ പതനത്തിനായി. അത്രത്തോളം ആരാധകരും മറ്റുള്ളവരും സഞ്ജു സാംസണിന് ജസ്റ്റിസ് കൊടുക്കുക, ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്നൊക്കെ ഘോരം മുറവിളി കൂട്ടിയിട്ടാണ് സഞ്ജുവിന് അവസരങ്ങൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഈ കിട്ടിയ അവസരം ഒരു വലിയ അവസരമായിരുന്നു. ന്യൂസിലൻഡ് പരമ്പരയിൽ ശുഭ്മൻ ഗില്ലിനെ മാറ്റിക്കൊണ്ട് സഞ്ജുവിന് ഒരു സ്ഥിരം സാന്നിധ്യമായി, ഒരു പ്രധാന വിക്കറ്റ് കീപ്പറായി സഞ്ജുവിന് അവസരം കൊടുത്തു. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ഇഷാൻ കിഷന് പോലും സെക്കൻഡറി പരിഗണനയാണ് കൊടുത്തത്. പ്രൈമറി സഞ്ജു സാംസൺ കൊടുത്തപ്പോൾ പക്ഷേ സഞ്ജു അത് മുതലെടുത്തില്ല എന്ന് മാത്രമല്ല, വളരെ നിരാശാജനകമായ പ്രകടനമാണ് സഞ്ജു ഈ പരമ്പരയിലുടനീളം കാഴ്ചവെച്ചത്. ഇപ്പോൾ അതിന്റെ അനന്തരഫലം എന്നോണം T20 വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിലും കളിക്കാൻ സാധ്യതയില്ല എന്ന് തീർത്ത് പറയുകയാണ് സുനിൽ ഗവാസ്കർ. സെലക്ഷൻ കമ്മിറ്റി താരത്തിന് എല്ലാ അവസരങ്ങളും ഇതിനോടകം നൽകിയെന്നും സഞ്ജു ഒരു മികച്ച താരമാണെങ്കിലും ലോകകപ്പിൽ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് സമയമില്ലെന്നും സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്ത് പറയുന്നു. സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവെയാണ് സുനിൽ ഗവാസ്കറിന്റെ ഈ വളരെ വ്യക്തമായ നിരീക്ഷണം. സെലക്ഷൻ കമ്മിറ്റി സഞ്ജു സാംസണ് എല്ലാ അവസരങ്ങളും നൽകി. എന്നാൽ ഇഷാൻ കിഷന്റെ ഫോമും തിലക് വർമ്മയുടെ തിരിച്ചുവരവും കണക്കിലെടുക്കുമ്പോൾ ബാറ്റിംഗ് ഓർഡർ വളരെ വ്യക്തമാണ്. തിലക് ഫിറ്റ് ആണെങ്കിൽ ഫെബ്രുവരി 7 മത്സരത്തിൽ സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടാവുകയില്ല. ഇഷാനെ ഇനി ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാണ്. ആർക്കു വേണ്ടിയാണ് അവനെ മാറ്റേണ്ടത്? തിലക് കഴിവ് തെളിയിച്ച ഒരു താരമാണ്. സഞ്ജുവും മികച്ച താരം തന്നെ, പക്ഷേ അവനിപ്പോൾ ഫോമിലല്ല. അത് അവന്റെ കഴിവുമായി ബന്ധമില്ല. 5 മത്സരങ്ങളിലെ അവന്റെ ഉയർന്ന സ്കോർ വെറും 24 റൺസാണ്. സഞ്ജു പുറത്തായ രീതികൾ കാണുമ്പോൾ ആത്മവിശ്വാസം അവന് കുറവാണെന്ന് വളരെ വ്യക്തമാവുകയാണ്. ലോകകപ്പ് പോലുള്ള ഒരു ടൂർണമെന്റിൽ നമുക്ക് ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാനാവില്ലല്ലോ. സുനിൽ ഗവാസ്കർ വളരെ വ്യക്തമായി ചിട്ടയായി തന്നെ പറഞ്ഞു വെച്ചു. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ സഞ്ജുവിന് ന്യൂസിലൻഡിനെതിരെ